കാസർഗോഡ് ബദിയടുക്കയിൽ മോഷണക്കുറ്റം ആരോപിച്ച് യുവാവിനെ പോലീസ് മർദ്ദിച്ചതായി പരാതി. ഡ്രൈവറായ ഏത്തടുക്ക സ്വദേശി അജിത് കുമാറിനെയാണ് പോലീസ് മർദ്ദിച്ചത്. അടക്കമോഷണ കേസിലെ പ്രതിയാണെന്ന് ആരോപിച്ചായിരുന്നു മർദ്ദനം. CCTV ദൃശ്യങ്ങളിൽ കണ്ടെത്തിയ പ്രതിയുമായി സാമ്യമുണ്ടെന്ന പേരിലായിരുന്നു കസ്റ്റഡിയിലെടുത്തത്. മോഷണ കേസിൽ യഥാർത്ഥ പ്രതികൾ 3 പേർ പിടിയിലായിട്ടുണ്ട്. ജൂലൈ 2-ന് ഏത്തടുക്കയിലെ ഇബ്രാഹിമിന്റെ ഗോഡൌണിൽ നിന്ന് ഒലിച്ച 215 കിലോ അടക്ക മോഷണം പോയിരുന്നു. ഈ മോഷണവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിനിടെയാണ് ഡ്രൈവറായ ഏത്തടുക്ക ആനപ്പള്ളയിലെ അജിത് കുമാറിനെ ബുധനാഴ്ച രാത്രി 7 മണിയോടെ പോലീസ് വീട്ടിലെത്തി സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയത്. മോഷണത്തിന്റെ CCTV ദൃശ്യങ്ങളിൽ പതിഞ്ഞ ദൃശ്യങ്ങൾ അജിത്തിന്റേതാണെന്ന് കരുതിയായിരുന്നു പോലീസ് നടപടി. കാറിൽ കയറിയ ഉടൻ പോലീസ് അടക്കം മോഷ്ടിച്ചതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അജിത്ത് നിഷേധിച്ചു. ഇതിനിടെ കുറ്റം ഏറ്റെടുക്കാനാവശ്യപ്പെട്ട് പോലീസ് മുഖത്തടിക്കുകയും മർദ്ദിക്കുകയും ചെയ്തുവെന്നാണ് പരാതി. കാറിൽ വെച്ചും സ്റ്റേഷനിൽ വെച്ചും മർദ്ദിച്ചുവെന്നും കുടിക്കാൻ വെള്ളം ആവശ്യപ്പെട്ടപ്പോൾ നൽകിയില്ലെന്നും അജിത് കുമാർ പറഞ്ഞു. രാത്രി 7 മണിക്കാണ് എന്റെ വീട്ടിൽ വന്നിട്ട് എന്റെ ചേച്ചിനോട് അമ്മേനോട് ചോദിച്ചിട്ട് ഇങ്ങനെ 3 ആൾക്കാർ വന്നു. അവര് പറഞ്ഞിട്ടാണ് ഇവരെ ഇങ്ങനത്തെ കേസിൽ എൻക്വയറി ചെയ്യാൻ വേണ്ടിട്ട് കൊണ്ടുപോകുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അവര് വീട്ടിൽ നിന്ന് എന്നെ ഷോൾഡർ പിടിച്ചിട്ട് അവളെ തടിച്ചിട്ട് എന്നെ കൊണ്ടുപോയിട്ട് പിന്നെ വണ്ടിന്റെ ഉള്ളിൽ സംസാരിക്കാന്ന് പറഞ്ഞു. എന്നിട്ട് ഓക്കെ എന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ വണ്ടിന്റെ ഉള്ളിൽ അവർ കുറെ എന്നെ ഫോഴ്സ് ആക്കി. ഇങ്ങനെ എല്ലാ കേസ് ഇങ്ങനെ ഉണ്ട് പറഞ്ഞിട്ട് എന്നെ ഫോഴ്സ് ആക്കി, നീ സമ്മതിക്കണം എന്നല്ല പറഞ്ഞിട്ട് അവര് എന്നെ കാറിന്റെ ഉള്ളിൽ എന്നെ ഇങ്ങനെ മർദ്ദിച്ചു. ആ കേസ് അവർ പറഞ്ഞ് ഈ കളവ് കേസിൽ CCTV ഫുട്ടേജിൽ നിന്നെ പോലെ കാണുന്നു എന്ന് പറഞ്ഞു. അപ്പോ അതുകൊണ്ട് അത് കാണുന്ന സമയത്ത് എന്നെ പോലെ ഇതുണ്ടായിരുന്നു. അപ്പോ അതുകൊണ്ട് അവര് അതിനെ പിടിച്ചിട്ട് എല്ലാ കേസ് എന്റെ ഇടാൻ വേണ്ടിട്ട് അവർ പറയുമായിരുന്നു, നീ സമ്മതിക്കണം, എല്ലാം നീ എന്നെ ചെയ്തത്, എല്ലാ കേസും നീ എന്നെ ചെയ്തത്, നീ സമ്മതിക്കണം എന്നെല്ലാം പറയുന്നത്. ഫോഴ്സാക്കിയിട്ട് സ്റ്റേഷനിൽ എത്തിയ പിന്നെ അവര് എന്നെ സ്റ്റേഷനിലും ഷോൾഡർ പിടിച്ചിട്ട് അടി അടിച്ചിരുന്നു, 2 അടി അടിച്ചിരുന്നു. അടിച്ചിട്ട് പിന്നെ ബാക്കിലുള്ള പോലീസ്മാൻ അടിച്ചു. ഒരു പ്രതിനെ പോകുന്ന പോലെയാണ് അവര് എന്നെ ഫസ്റ്റ് ടൈം ആയിട്ട് ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഏറ്റെടുക്ക ആനപ്പള്ള ഹൗസ്. അത് അടുക്കന്റെ ഇതില് അടക്ക കട്ട കേസിലാണ്. അടക്കളവ് പോയിട്ടുണ്ട് നമ്മളെ നാട്ടില് കുറെ സ്ഥലത്ത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് അവര് എന്നെ പ്രതിയാക്കാൻ വേണ്ടിട്ട് ഇതാക്കിയത്. നീ സമ്മതിക്കുന്നേ പറഞ്ഞുകൊണ്ടായിരുന്നു അവര്. സ്റ്റേഷന്റെ ഉള്ളിൽ ചൈൽഡ് റൂമിന്റെ ഉള്ളിൽ കൊണ്ടുപോയിട്ട് ഷർട്ട് എല്ലാം ഊരിയിട്ട് എല്ലാം ഫുട്ടേജ് നോക്കിയിട്ട് അവരെല്ലാം മാച്ച് ആകുന്നുണ്ട്, അങ്ങനെ ഇങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ അവിടെ ഷോൾഡറും പിടിച്ച് ലാത്തിയിൽ ഒരു പൊളിയും കൊടുത്തു കാലിൽ. പിന്നെ പെപ്പർ സ്പ്രേ എല്ലാം കാണിച്ചു അവരെന്നെ. പരിക്കുന്ന വെച്ചെങ്കിൽ ഈടെ എനിക്ക് ഇതുണ്ടായിരുന്നു, പക്ഷെ ഭയങ്കര ക്ഷീണുണ്ടായിരുന്നു. ഞാൻ തൊട്ട് എനിക്ക് ഭക്ഷണമൊന്നും നേരെ കഴിക്കാൻ പറ്റുന്നില്ല. ഭയങ്കര 18 രാത്രി ഇതാക്കിയത്. ഇന്ന് ഹോസ്പിറ്റലിലുണ്ട്. പോലീസ് ഏകദേശം 3 ആൾക്കാരുണ്ടായിരുന്നു. ഒരു ഡ്രൈവറും പിന്നെ 2 പോലീസ്. ഒരു 10 മണി അതിന് വീട്ടിൽ വിടുമ്പോ രാത്രി 7 മണിക്ക് കൊണ്ടുപോയി. 3 മണിക്കൂറിന് ശേഷം മോഷണവുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊന്നും ലഭിക്കാതായതോടെ രാത്രി 10 മണിയോടെ പോലീസ് സംഘം അജിത്തിനെ വീട്ടിലെത്തിക്കുകയായിരുന്നു. കാസർഗോഡ് ചെങ്കളയിലെ EK നായനാർ ആശുപത്രിയിൽ അജിത്ത് ചികിത്സ തേടി. എന്നാൽ യുവാവിനെ മർദ്ദിച്ചിട്ടില്ലെന്നാണ് ബദിയടുക്ക പോലീസിന്റെ വിശദീകരണം. അതേസമയം അടക്കമോഷണ കേസിൽ യഥാർത്ഥ പ്രതികളായ 3 പേർ പോലീസിന്റെ പിടിയിലായിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.